തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന കോഴി, താറാവ് എന്നിവയുടെ മുട്ടയ്ക്ക് പ്രവേശന ഫീസ് അടയ്ക്കുന്നതിനെ ചൊല്ലി തെന്മല മൃഗസംരക്ഷണ ചെക്ക് പോസ്റ്റിൽ വാഹന ഉടമകളുടെയും ഡ്രൈവർമാരുടെയും പ്രതിഷേധം. നാമക്കല്ലിൽ നിന്നും വ്യാഴാഴ്ച രാവിലെ എത്തിയ വണ്ടിക്കാരാണ് ചെക്ക് പോസ്റ്റ് മുന്നിൽ ദേശീയപാതയോരത്ത് നിർത്തിയിട്ട് ജീവനക്കാരുമായി ബഹളമുണ്ടാക്കിയത്. കോഴിമുട്ട ഒന്നിന് 2 പൈസ വീതമാണ് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയത്. ഓഗസ്റ്റ് 1 മുതൽ ഇത് പിരിച്ചു തുടങ്ങുകയും ചെയ്തു. തെന്മല വഴി കൊണ്ടുവരുന്ന മുട്ടയ്ക്ക് വ്യാഴാഴ്ച മുതലാണ് പണം ഈടാക്കി തുടങ്ങിയത്. ഇത് സംബന്ധിച്ച് മുട്ട വണ്ടിക്കാരെ നേരത്തെ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു. ബുധനാഴ്ച വന്ന വാഹന ഡ്രൈവർമാരിൽ നിന്നും പ്രവേശന ഫീസ് ഈടാക്കാൻ അധികൃതർ ശ്രമിച്ചെങ്കിലും തുകയടയ്ക്കാൻ ഇവർ തയ്യാറായില്ല. പിന്നാലെ വന്ന വണ്ടിക്കാരും ഇവരോടൊപ്പം കൂടി ലോറികൾ ദേശീയപാതയിൽ ഗതാഗത സ്തംഭനമുണ്ടാക്കുന്ന നിലയിൽ നിർത്തിയിട്ടു. ലോറിക്കാർ ചെക്ക് പോസ്റ്റ് മുന്നിൽ കുത്തിയിരിപ്പ് സമരവും ആരംഭിച്ചു. പ്രവേശന ഫീസ് സംബന്ധിച്ച് അറിഞ്ഞില്ലെന്നും ഒടുക്കാൻ പണമില്ലെന്നുമായിരുന്നു ലോറിക്കാരുടെ വാദം. കൂടാതെ കാശൊടുക്കുന്നതിന് രസീത് നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് പൈസ ഈ കാശ് അടയ്ക്കാതെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. അങ്ങനെയാണത്. ഓർഡർ നിലനിൽക്കുന്നിടത്തോളം ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ. നിങ്ങളോടുള്ള ഇതല്ല. കഴിഞ്ഞാൽ അത് അടയ്ക്കേണ്ടെന്ന തീരുമാനമെങ്കിൽ അങ്ങനെ അല്ലാതെ 200 അല്ല, ഇത് ഒരു മുട്ടയ്ക്ക് 2 പൈസ. അത് ഇപ്പൊ 4-5 வருஷமா ட்ரிப்பு வந்து 200 രൂപ കൊടുത്തു പോറോം. 200 രൂപ അല്ലെന്ന്, ഒരു മുട്ടയ്ക്ക് 2 പൈസ വെച്ചാണ്. നിങ്ങൾ 200 രൂപ കൊടുക്കുന്ന കഥയൊക്കെ നിങ്ങൾ അതൊന്നും കൊടുക്കണ്ട. നിങ്ങൾ ഈ ഒരു മുട്ടകളെ കാശ് കൊടുത്താൽ മതി. ഇനി തൊട്ട് മുട്ട വരുന്നത് അതാണ് മുട്ട വരുന്നതിന് പൈസ കൊടുത്താൽ കറക്റ്റ് റെസിപ്റ്റ് ചെല്ലും. അത് 1 രൂപ പോലും അധികം കൊടുക്കണ്ട. 1 ലക്ഷം ഒരു പൈസ ആർക്ക് കൊടുക്കരുത്. ആർക്കും ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൈസ കൊടുത്ത് വെറുതെ പൈസ തരാതെ പോയി അറിഞ്ഞില്ല എന്നും പറഞ്ഞു. കാരണം ഇവർക്ക് തമിഴോ മലയാളമോ ഒന്നും പറഞ്ഞവർ മനസ്സിലാകാത്ത എന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത്. എന്നിട്ട് 2ാമത്തെ 3ാമത്തെ ട്രിപ്പാണ് ഇവർ വരുന്നത്. ഇവർ ഒരു ഗാങ്ങായിട്ട് വന്ന് ഇവർ മലയാളികൾ പറഞ്ഞ് ഇവരുടെ ഏജൻറ്റ് ഇവിടെ കണ്ടുകൊണ്ട് പോലും അങ്ങനെ ഒരു ഗുണ്ടായുസമാണ് കാണിക്കുന്നത്. സാർ അന്ന് പോലീസിൻ്റെ ഹെൽപ്പ് നമ്മൾ ലാ ആൻഡ് ഓർഡർ പ്രശ്നം വരുമ്പോൾ വിളിക്കാനല്ല പറ്റും. അല്ലാതെ നമുക്ക് മറ്റ് പിഴയിടുകയോ മറ്റൊന്നും അല്ലല്ലോ. അതിൽ ഈ 2 പൈസ സർക്കാരിന് കൊടുക്കണമെന്ന് ഗവൺമെൻറ് ഉത്തരവാണ്. സാർ കണ്ടല്ലോ ആ ഗവൺമെൻറ് ഉത്തരവ്. എന്നിട്ട് മറ്റ് ചെക്ക് പോസ്റ്റ് ഇല്ലയെന്നും പറഞ്ഞ് ഇവിടെ ഡ്യൂട്ടിയുള്ളവരെ ഭീഷണിപ്പെടുത്തുക, ഇവിടെ വണ്ടിയിട്ട് കണ്ടോ ലംഘിക്കുക. ഇത് എന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് ഈ സാറിൻ്റെ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ 4 മണി മുതൽ ലൈനിലുണ്ട്. എന്നിട്ട് ഇവർ പോവില്ല. ഇവർ മനഃപൂർവ്വം ഇവിടെ ഉണ്ടാക്കി ലാൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കി. നിങ്ങൾ അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വണ്ടി തിരിച്ചു പോട്ടല്ല. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അല്ലേ റിട്ടേൺ പോ. സർക്കാരിന് അടക്കേണ്ട പൈസ അടയ്ക്കാതെ കയറ്റിവിടാൻ പറ്റത്തില്ല. സർക്കാരിന് അടക്കേണ്ട പൈസ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു മുട്ടയ്ക്ക് 2 പൈസ. സർക്കാർ അവർക്കുള്ള നിർദ്ദേശമാണ്. നമ്മളിവിടെ വിഷയം ഉണ്ടാകാൻ വേണ്ടി നോക്കുന്ന ആൾക്കാർ വേണം. ബാക്കി ഓർഡർ അവരെ നേരെ 8/2024 മുതൽ പുതിയ സർക്കാർ ഉത്തരവ് പ്രകാരം ഒരു കോഴി മുട്ടയ്ക്ക് എൻട്രി ഫീ ആയിട്ട് 2 പൈസ ഈടാക്കുന്നുണ്ട്. അവർ ഈ 2 പൈസ ഈടാക്കുന്നത് ഇവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പലതവണ ഈ എല്ലാ വണ്ടികളും നമ്മളെ അറിയിച്ചതാണ്. എന്നിട്ട് 4ാമത്തെ ട്രിപ്പ് വന്നാൽ ഇപ്പോഴാണ് റോഡ് ബ്ലോക്ക് ചെയ്ത് ഇവർ പൈസ അടയ്ക്കത്തില്ല എന്ന് പറയുന്നത്. ഇതൊരു തരം ഗുണ്ടായിസം പോലാണ് ഇവർ ചെയ്യുന്നത്. മലയാളി ഏജൻറ്റന്മാരുണ്ട്, അവർ പറഞ്ഞു ഞങ്ങൾ അടയ്ക്കണ്ട, നിങ്ങൾ വണ്ടി കർശനമായിട്ട് റോഡിൽ ഇട്ടേരെ എന്ന് പറഞ്ഞതായിട്ട് ഇവർ പലരും പറയുന്നുണ്ട്. അല്ല, ഇവർക്ക് എന്തോ പിന്തുണ ഉള്ളത് കൊണ്ടാണ് ഈ പൈസ അടയ്ക്കാത്തത്. ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം 2 പൈസ അടച്ചേ വണ്ടി വിടാനൊക്കെ. റോഡ് ബ്ലോക്ക് ചെയ്താണ്. പോലീസ് പറഞ്ഞിട്ട് പോലും അവർ വണ്ടി മാറ്റാൻ തയ്യാറല്ല. അതാണിപ്പോൾ നിലവിലെ സ്ഥിതി. ഇപ്പോൾ ഗവൺമെൻറ് ഉത്തരവ് പാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹെൽപ്പിന് വേണ്ടി. ലാൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായപ്പോൾ പോലീസിനെ വിളിച്ചതാണ്. പലതവണ രാത്രി വന്നിട്ട് ഇവർ പൈസ അടയ്ക്കാതെ പോവുകയും അമിത വേഗതയെ ഓടിച്ചു പോവുകയും ചെയ്യുന്ന വണ്ടികളുണ്ട്. അന്നേരം ഇവിടെ സിവിലിയനായിട്ടുള്ള 2 പേരാണ് ഡ്യൂട്ടിക്കുള്ളത്. ഒരു അറ്റൻഡറും ഒരു വിലേഷൻ ഇൻസ്പെക്ടറും നൈറ്റ് കാണും. അന്നേരം ഇവർ പറഞ്ഞാൽ കേൾക്കാതെ കോഴി വണ്ടി അതുപോലുള്ള മുട്ട വണ്ടി ഒക്കെ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് ഗവൺമെൻറ് റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ഉത്തരവ് പ്രകാരമാണ് ഈ 2 പൈസ മേടിക്കുന്നത്. ഈ കാര്യം പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല. കോഴിക്ക് അതുപോലെ 1 രൂപ 5 പൈസ. അത് പല കോഴി വണ്ടികളും നിർത്താതെ പോവുക. അന്നേരം ഇതിൻ്റെ ഇടയ്ക്ക് ഈ സിവിലിയനായ ഞങ്ങൾ
ഈ ജോലി ചെയ്യുന്നവർ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. തുകയുടെ രസീത് മൊബൈൽ നമ്പറിൽ അയക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞെങ്കിലും വണ്ടിക്കാർ വഴങ്ങിയില്ല. കൊട്ടാരക്കരയിൽ നിന്നും ചില മുട്ടമൊത്ത കച്ചവട വ്യാപാരികളെത്തി ഉദ്യോഗസ്ഥർ നടപടി ചോദ്യം ചെയ്തു. വിവരമറിഞ്ഞ തെന്മല പോലീസും സ്ഥലത്തെത്തി. തുടർന്ന് ദേശീയപാതയിൽ നിന്നും വാഹനങ്ങൾ നീക്കം ചെയ്യുവാൻ നിർദ്ദേശിച്ചു. ഈ ഗവൺമെന്റ് ഉത്തരവ് ഇപ്പൊ ഈ കാണിച്ചേക്കുന്നതിനകത്ത് വല്ല യാഥാർത്ഥ്യമുണ്ടോ? ഒരു സൈറ്റുകളിലും കാണുന്നില്ല. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ സൈറ്റുകളിലില്ല. അത് ആദ്യം പരിശോധിക്കും. ഈ നിയമം ഇത് മനസ്സിലാവാത്തതുകൊണ്ട് ഒരാഴ്ച വരെ വണ്ടി ഒരാഴ്ച അതിനുശേഷം ഞങ്ങൾ ഫോട്ടോ എടുത്ത് പറഞ്ഞ് സുഹൃത്തെ ഇതാണ് നമ്മളെ ഒരാഴ്ച പറയണം. ഞങ്ങൾ മേടിക്കുന്ന പൈസയല്ല, ഒരു മുട്ടയ്ക്ക് 2 പൈസയാണ്, ഒരു കോഴിക്ക് 1 മനസ്സിലായി. ഇപ്പൊ ഈ 2 പൈസ ടാക്സ് ഗവൺമെന്റ് നിർദ്ദേശിച്ചില്ലേ? ഇത് വണ്ടിക്കാർക്ക് നേരത്തെ അറിയിപ്പ് കൊടുത്തിട്ടുള്ളത്. വണ്ടിക്കാർക്ക് അറിയുമ്പോൾ മീഡിയാണ്. ഇതിപ്പോ നമുക്ക് ഫ്ലിപ്കാർട്ട് കിട്ടുന്ന അല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. സാറ് ഞാൻ ഇവിടുത്തെ ഡ്രൈവർമാരുടെ സംഘടനയുടെ സെക്രട്ടറിയാണ്. അപ്പൊ ഇവിടെ ഒരു വിഷയം നടന്നിട്ട് അത് ഇപ്പോഴേ നമ്മൾ അറിയുന്ന ശ്രദ്ധപ്പെടുന്നത്. സാറ് മുൻകൂർ അവരെ അറിയിക്കണമായിരുന്നു. നേരത്തെ ഇവരെ അറിയിച്ചിട്ടുണ്ട്. വണ്ടി പിടിച്ചിട്ടോ കേരള ഗവൺമെന്റ് முட்டை வண்டிங்க தமிழ்நாடு தமிழ்நாட்டு நாமக்கல் வரோம். மாதம் 8 ட்ரிப்பு வரோம். கிட்ட ஒரு 10 வருஷமாக ஓடிட்டு இருக்கிறோம். இதுதான் வரைக்கும் இந்த முட்டைக்கு 2 பைசா கவர்மெண்ட் டேக்ஸ் கட்டணும் அப்படிங்கிறாங்க. பார்த்தீங்கன்னா முட்டைக்கு அளவு பொருட்கள்லாம் எந்த டேக்ஸும் கிடையாது. காய்கறி, முட்டை, பால், மீன் இதெல்லாம் எதுவும் டேக்ஸ் கிடையாது. இப்போ புதுசாக ஜீவா போட்டுருக்காங்க. சொல்லிக்கிட்டு முட்டைக்கு 2 பைசா கட்டணும். வண்டி 1.5 லட்சம் முட்டை வந்தாக்கா நீங்கள் 3000 கட்டணும். அப்போ தான் வண்டி போக முடியும், இல்லைன்னா வண்டி நிப்பாட்டுங்க அப்படின்ட்டாங்க. இப்போ பார்த்தீங்கன்னாக்கா இது ஜியோ இந்த தென்காசி மேலே பார்த்தீங்கன்னா இந்த வழியை மட்டும் தான், இந்த செக் போஸ்ட் மட்டும் தான் இந்த இது பண்ணுறாங்க. மற்ற கேரளா, திருவனந்தபுரம், வாளையாறு, கோபாலபுரம் இதெல்லாம் பார்த்தீங்கன்னா இந்த பக்கம்லாம் எந்த ஒரு பிரச்சனையும் பண்ணுறதில்ல. இதை பற்றி எது கேட்குறதில்ல. பார்த்தீங்கன்னா இந்த சைடு தான் அங்கே நிப்பாட்டிக்கிட்டு செக் போஸ்ட் நிப்பாட்டிக்கிட்டு பணம் ஒரு வண்டிக்கு 3000 மாதிரி நீங்கள் ட்ரிப்பு நீங்கள் பணம் கட்டியாகணும் அப்படின்ட்டாங்க. பணம் கட்டலைனாங்க வண்டி போகக்கூடாது சொல்லிட்டாங்க. அப்படி மீறி பணம் கட்டினாலும் அதுக்குண்டான சரியான ஆதாரம், ரிசிப்ட்டு, எந்த ஒரு சாட்சி, எந்த ஆதாரம் இது கிடையாது. கூகுளில் போட்டாலும் கேட்டாக்க ஓனருக்கு நான் மெசேஜ் பண்ணிட்டேன், நாங்கள் ஓனருக்கு போயிடுச்சு அப்படிங்கிறாங்க. ஆனால் பார்த்தீங்கன்னா சார், ஓனர் கேட்டாக்கா மெசேஜ் எதுவும் வரல. ஆல்ரெடி இப்போ பார்த்தீங்கன்னா ஒரு தொடர்ந்து 3 ட்ரிப்பாக பணம் கட்டியிருக்காங்க. ஒரு வண்டி கட்டியிருக்குதுங்க. அந்த வண்டி கேட்டாக்க அதில் ஓனர் கமிச்சாச்சு அப்படிங்கிறாங்க. அவர் இந்த டிரைவர் என்ன ஆனா இவர் தாங்க அந்த வண்டிக்கு லோடு மேலுங்க. இவர் ஓனர் இவர் கேட்டார் ஃபோன் பண்ணி. இவர் தாங்க ட்ரிப்பு பணம் கட்டின 3000 கட்டியிருக்காரு. கேட்டதுக்கு மெசேஜ் எந்த ஒரு பணமும் அனுப்புறதுக்காக கட்டுறதுக்காக ஒரு ரெசிப்ட் எதுவும் வரல. கேட்டதுக்கு இப்போ தான் புதுசாக வந்துருக்காங்க. எங்களுக்கு என்ன லேப்டாப், கம்ப்யூட்டர், அந்த பில்லு சம்மந்தப்பட்ட எதுவும் எங்களுக்கு தரல. அதனால் நாங்கள் அதை தர முடியாது அப்படின்னு சொல்கிறாங்க. இப்போ பார்த்தீங்கன்னா அதெல்லாம் ஒன்று வேணாங்க, நீங்கள் ஒரு லெட்டர் கையில் எழுதி கவர்மெண்ட் சீல் வச்சு கொடுக்குறோம். அது இவங்க அப்படி தர முடியாதுங்கிறாங்க. இது பொய்யா, இது பித்தலாட்டமா எங்களுக்கு தெரியல. எங்கள் വണ്ടിയിൽ பார்த்தீங்கன்னா ഒരു 10-15 വണ്ടി നിൽക്കുന്നത്. പണം ഒടുക്കിയില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നായതോടെ പണം നൽകിയാണ് പ്രശ്നം അവസാനിപ്പിച്ചത്. വ്യാഴാഴ്ച രാവിലെ മാത്രം 11 വണ്ടികൾ മുട്ടയുമായി ഇതുവഴി എത്തിയിരുന്നു. പ്രവേശന ഫീസ് ഇനി മുതൽ ഈടാക്കുന്നത് കർശനമാക്കുമെന്നും ചെക്ക് പോസ്റ്റ് അധികൃതർ പറഞ്ഞു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.